ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്വിൻ സ്റ്റാർസ്. നല്ല മഴയാണ് കേട്ടോ. രാവിലെ തുടങ്ങിയ മഴയാണ്, വെളുപ്പിന് പിടിച്ച മഴയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സമയം ഒരു 7:30-8 മണി ആയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഒരു 6 മണിയുടെ ഒക്കെ ഒരു ഫീലാണ്. ഞാൻ വേഗം തന്നെ അടുക്കളയിൽ പോയിട്ട് കട്ടൻ ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ഓടിപ്പോയി ഒരു ഗ്ലാസ് ചായ എടുത്തു. സിറ്റൗട്ടിക്ക് വന്നപ്പോൾ അതുകൊണ്ട് അച്ഛൻ പത്രം വായിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര കാറ്റും നല്ല തണവുമാണ്. മക്കളാരും എണീറ്റിട്ടില്ല, എല്ലാവരും മേലയിൽ മൂടി പൊതച്ച് സുഖമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സൈഡിലൊന്നിരുന്ന് ചായ ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര വൈബാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല പൊരിഞ്ഞ മഴയത്ത്. ഓൾറെഡി എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇങ്ങനെ ഒരു മൂടിക്കെട്ട് നിൽക്കുന്ന കാലാവസ്ഥ ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ വേഗം തന്നെ അടുക്കളയ്ക്കാണ് ആദ്യം കയറാറ്. അങ്ങനെ ആ പണിക്ക് നിന്നില്ല, കുറച്ച് നേരം റിലാക്സ് ചെയ്ത് മഴയൊക്കെ ഒന്ന് ആസ്വദിച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, ഞാനപ്പോൾ ഈ നല്ല മഴ ആയതുകൊണ്ട് തന്നെ കണ്ടോ, നമ്മുടെ ഞാവൽപ്പഴം ഫുള്ള് താഴെ വീണിങ്ങനെ നശിച്ച് കിടക്കുകയാണ് കേട്ടോ. അതായത് ഇങ്ങനെ വെള്ളം കയറുന്നുണ്ട്. പിന്നെ നല്ല കാറ്റല്ലേ ഇപ്പോൾ, ഇവിടെയൊക്കെ ഭയങ്കര കാറ്റാണ്. നിങ്ങളുടെ സ്ഥലത്തൊക്കെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഭയങ്കര കാറ്റാണ്. ചായ കുറച്ച് കുടിച്ചിട്ട് അടുക്കളയിൽ എത്തിയപ്പോൾ അതേ അമ്മ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുക്കറിൽ നിന്ന് സാമ്പാറുണ്ട്. ഇത് നമുക്ക് പിന്നെ ഒരു കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട്. ഇത് നമുക്ക് ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ തലേ ദിവസം നമ്മൾ മാവ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡലിക്ക് ഇതേ ഉപ്പൊക്കെ ഇട്ട് വെക്കുകയാണ്. ഇവിടെ മക്കൾ നന്നായിട്ട് കഴിക്കുന്ന ഒരു ഫുഡും കൂടിയാണ് ഇഡലി. അപ്പോൾ അവരൊക്കെ എഴുന്നേറ്റ് വരുന്നേക്കാൻ മുമ്പ് ഇഡലി വേഗം സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് അതേ മാവിൽ ഉപ്പൊക്കെ ഇട്ട് നന്നായി കുഴച്ച് ഇഡ്ഡലി തട്ടിൽ വെക്കുകയാണ് കേട്ടോ. നമ്മൾ 2 ദിവസത്തിനുള്ള മാവ് റെഡിയാക്കും. അതായത് ഒരു ദിവസം ഇഡലിക്കും പിറ്റേ ദിവസം ദോശയ്ക്കുള്ള മാവും റെഡിയാക്കും. എന്നിട്ട് നമ്മൾ ഒരു ദിവസത്തെ കഴിയുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് പിറ്റേ ദിവസം എടുക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയിലിങ്ങനെ ഇഡലി ഉണ്ടാക്കുകയാണ്. കാശിക്കുട്ടന് കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാശിക്കുട്ടൻ കഴിക്കത്തുള്ളൂ. അവൻ ഒറ്റയ്ക്ക് കഴിച്ചോളും ഇഡലിയൊക്കെ, പക്ഷെ കറി വേണം. അപ്പോൾ അവൻ വരുമ്പോഴത്തേനും ഷെടപെടോന്ന് പറഞ്ഞ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ അടുക്കളയിൽ അവിടെ നിന്ന് കുഞ്ഞുവീട് നോക്കിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞുവീടിൻ്റെ സിറ്റ് ഔട്ട് ഫുള്ള് വെള്ളവും ചെളിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. കാരണം ഓപ്പൺ ആയതുകൊണ്ട് തന്നെ കാറ്റത്ത് നന്നായിട്ട് വെള്ളം കിടക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാനൊക്കെ അടിപൊളി വൈബാണ് കേട്ടോ. അതായത് നമ്മുടെ സാമ്പാർ ഇങ്ങനെ തിളച്ച് മറിയുന്നുണ്ട്. എനിക്കാണെങ്കിൽ തണുത്തിട്ട് പാടില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ചായ എടുത്തിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര തണവ്, നല്ല കാറ്റായിരുന്നു. ഒന്ന് ഓടിപ്പോയി പുറത്തേക്ക് ഒന്നും കൂടെ പോയി കുറച്ച് നേരമൊക്കെ ഒന്ന് അവിടെ ഇരുന്നു. അപ്പോഴെൻ്റെ മേലേന്ന് ഒരു കരച്ചിൽ ഞാൻ കേൾക്കുന്നുണ്ട്. അതേ നമ്മുടെ കാശിക്കുട്ടനെയും പൊക്കി ഏട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. കാശിക്ക് തണുത്തിരിക്കുകയാണ്. കാശിക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ലവ് ലാപ്പിൻ്റെ ഡൈപ്പറാണ് കേട്ടോ. ഇത് വന്നിട്ട് സുപ്പീരിയർ അബ്സോർബൻസിയാണ്. അതേപോലെ തന്നെ ബ്രീത്തബിലിറ്റി നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ റാഷസ് ഫ്രീ ആണ്. നല്ലൊരു ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് ഒരുപാട് സമയം വയ്ക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ മഴക്കാലമായതുകൊണ്ട് ഉണ്ണികൾക്ക് ഒരുപാട് യൂറിനൊക്കെ പോകുന്ന സമയമാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് നല്ല സൂപ്പറായിട്ട്, അവർക്ക് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി സ്നഗ്ഗിയാണ്. ഇതിൻ്റെ എലാസ്റ്റിക് ഒക്കെ വന്നിട്ട് ഭയങ്കര സ്മൂത്താണ്, ഭയങ്കര കംഫർട്ടാണ്. നമ്മൾ മീഡിയം ലാർജും മാറി മേടിക്കാറുണ്ട്. ചില സമയത്ത് മീഡിയം മേടിക്കും, ചില സമയത്ത് രണ്ടും ഒരു ഓക്കെയാണ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടൻ്റെ തുണിയാണ് വരുന്നത്. തുണിയാണ് ഇതിൽ, ജെല്ല് ഭയങ്കര കുറവാണ്, തുണിയാണുള്ളത്. ഭയങ്കര സ്മൂത്താണ് കേട്ടോ. അതായത് നമുക്ക് തൊടുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഭയങ്കര സ്മൂത്താണ്. കോട്ടൺ പേയുടെ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് സേഫാണ്, ഉണ്ണികൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സേഫാണ്. എനിക്ക് തോന്നുന്നത് ഒരുപാട് പ്രാവശ്യം റിവ്യൂ ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റും കൂടിയാണ് ലവ് ലാപ്പിൻ്റെത്. അപ്പോൾ ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പിള്ളേരെ ഡൈപ്പർ. അപ്പോൾ എൻ്റെ കയ്യിൽ കാശിക്കൂട്ടനാക്കി തന്നിട്ട് ഏട്ടന്തോറിൻ്റെ മേലേക്ക് പോയി. കാശി പകുതി ഉറക്കത്തിലാണ്. തണവ് കാരണം ആ ഒരു ചടവ് മാറിയിട്ടില്ല. അപ്പോൾ ആളെ സെറ്റാക്കിയിട്ട് ആൾക്ക് എന്തേ ഫുഡ് കയ്യിൽ പ്ലേറ്റിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട്, പിന്നെ ഹൈ ചെയർ ഉണ്ട് നമ്മളെടുത്ത്. പക്ഷേ കാശി ഹൈ ചെയറിലിരിക്കില്ല, അവനിങ്ങനെ സോഫയിൽ തന്നെ ഇരിക്കണം. അങ്ങനെയാണ് അവന് ഹൈ ചെയറിലിട്ട് അവനങ്ങനെ വാരിട്ട് കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതേ ഞാൻ ഒന്ന് എടുത്ത് നിന്നപ്പോൾ ക്യാമറ കണ്ടപ്പോൾ ക്യാമറയിൽ നോക്കി ഹായ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അവന് ഇപ്പുറത്തേക്കൊക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കും. അതിലെ ക്യാരറ്റിൻ്റെ പീസൊക്കെ എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ കാശിക്ക് ചെറിയൊരു ചുമയും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ നെബുലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവൻ നോർമലി ഓക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കില്ല, നമ്മൾ സൈഡിൽ ഫോൺ വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അതൊന്ന് നോക്കിയിട്ട് ഇരുന്നിട്ട് നെബുലൈസ് ചെയ്യാണ്. അപ്പോൾ അതേ ആശാൻകുട്ടൻ വന്ന് നോക്കാം, ന്യൂസാണത്, അതിന് വന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നെബുലൈസ് ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കീത്തുദേ അല്ലുവിന് ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ.
എന്താ പറയുക, ഫുഡ് കൊടുക്കുക എന്നത് വലിയൊരു പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഓടിപ്പോയി കുളിച്ച് പാറുവിനെയും കുളിപ്പിച്ചു, അവൾക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതേ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ കുളിക്കുന്നതിന് മുമ്പ് തലയിലൊക്കെ ഒന്ന് ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 ദിവസം കൂടുമ്പോഴൊക്കെ ഓയിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ അതേ വെക്കേഷൻ കഴിയാറായിട്ട് പോകുന്നുണ്ട്. 3-4 ദിവസം കൂടെ കഴിഞ്ഞാൽ വെക്കേഷൻ കഴിഞ്ഞു. ആളുടെ വീണ്ടും സ്കൂളിലേക്ക് കിടക്കുകയാണ്. 2 മാസമായിട്ട് പോന്ന് പറഞ്ഞു പോയി. പിന്നെ എപ്പോഴും ഇങ്ങനെ തുള്ളിക്കൊണ്ട് നിൽക്കലാണ് കേട്ടോ പണി. ഏത് നേരവും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാനും സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. നമുക്ക് അപ്പുറത്ത് പാട്ട് വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് അവളുടെ ഓൺ സ്റ്റെപ്പ് എടുത്ത് കളിക്കുന്നതാണ്. അപ്പോൾ ഞാനും അതിന് സപ്പോർട്ട് ചെയ്യുന്നു മാത്രം. പാറൂസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മെച്യൂർഡായിട്ടോ. സത്യം പറഞ്ഞാൽ അവളെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഞെട്ടിപ്പോവും ചില സമയത്ത്. പിന്നെ എന്താ പറയുക, ഉണ്ണികളെ ഭയങ്കര കെയറിങ് ആണ്. ഏതെങ്കിലും ഒരാളെ മുട്ടിൽ ഇങ്ങനെ നിൽക്കും അവളെപ്പോഴും. ഇപ്പോൾ കാശിയുടെ അടുത്താണ്, അങ്ങനത്തെ അല്ലെങ്കിൽ അല്ലുവിൻ്റെ അടുത്തോ അയിനുവിൻ്റെ അടുത്തോ ഒക്കെ നിൽക്കും. അവർ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് പാറൂസിനെ, നല്ല രീതിയിൽ അവൾ ഉപദ്രവിക്കും. പക്ഷെ ഇതുവരെ ഒന്നും റിയാക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതേ അച്ഛൻ പാല് വാങ്ങിച്ചിട്ട് വരികയാണ്. ഞാൻ എല്ലാവരും ഇരുന്ന് പാറൂസിന് ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. പാറുവിന് ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കാൻ. ഒറ്റയ്ക്ക് കഴിക്കാനായിരിക്കും. സ്കൂളിൽ പോകുമ്പോഴത്തെ ഏറ്റവും വലിയ ടെൻഷൻ അതാണ്. കാരണം അവൾ ഭക്ഷണം ഭയങ്കര കുറവ് കഴിക്കുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും കൊടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇഡ്ഡലി സാമ്പാറും. സാമ്പാറിനേക്കാൾ നമ്മുടെ തക്കാളി ചട്നി ഉണ്ടെങ്കിൽ അതിലേക്കാൾ കൂടുതൽ ഇഷ്ടമാണ്. ഇന്ന് സ്കൂൾ തുറക്കുമ്പോൾ ഫുള്ള് നമ്മൾ ദോശ ഇഡലി കയറി. കാരണം പാറുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സംഭവം അതാണ്. കഴിക്കുന്നൊരു ഭക്ഷണം നോക്കിയിട്ടില്ല നമ്മൾ കൊടുത്തയക്കത്തുള്ളൂ. അപ്പോൾ കാശി ഏട്ടൻ്റെ മടിയിൽ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഇറങ്ങാനായിട്ട് കൂട്ടാക്കിയിട്ടില്ല, അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഐനൂസ് അവിടെ താഴെയുണ്ട്. പിന്നെ നിഖിൽ ചായയും കൊണ്ട് വന്നു. അപ്പോൾ എനിക്ക് ഒരു ഗ്ലാസ് ചായ ചോദിച്ചപ്പോൾ എൻ്റെ അനിയൻ എനിക്ക് ചായ കൊണ്ട് തന്നതാണ് കേട്ടോ. പിന്നെ കീത്തു ഓടിപ്പോയി കുളിച്ചു. ഇനി എല്ലാവരുടെയും മേക്കപ്പ് സെക്ഷനാണ്. അപ്പോൾ ഇപ്പോഴേ പിന്നെ പിരികനെഴുതിക്കുക, പൊട്ട് തൊടിക്കുക, കണ്ണെഴുതിക്കുക, അന്നുള്ള കലാപരിപാടികളൊക്കെ കീത്തുവിൻ്റെ പരിപാടിയായിട്ടാണ് അവൾ ചെയ്യാറുള്ളത്. ഞാൻ ആ ഒരു മേഖലയ്ക്കേ കിടക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിൽ റെഡിയാക്കി ആ ഒരു സാധനങ്ങളൊക്കെ ചെയ്യും. മുടിയൊക്കെ ഈരി വെച്ച് കൊടുക്കും, പൊട്ട് തൊടിയിക്കും, അങ്ങനെയൊക്കെ ഉള്ളു. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലേ ഞങ്ങൾക്കൊരു സംതൃപ്തി ഉണ്ടാവുള്ളൂ. അവരെ കണ്ണും പൊട്ടൊക്കെ എഴുതിച്ച് ചന്ദനക്കൂരൊക്കെ തൊടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു സന്തോഷം അങ്ങനെയാണ് കേട്ടോ. പിന്നെന്താണ്, നല്ല മഴയായതുകൊണ്ട് തന്നെ അതേ പാറൂസ് തറയിലൊക്കെ പുതച്ച് കിടക്കുക കേട്ടോ. ഭയങ്കര മഴയാണ് പുറത്ത്, ഭയങ്കര തണുവാണ്. ഞാൻ ഓടിപ്പോയിട്ട് കാശിക്കൂട്ടനെ ഉറക്കാൻ നോക്കി. ഉറക്കിയതിന് ശേഷം എവിടെ നിഖിലും ഗീത്തൊക്കെ കൂടിയിട്ട് ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുടിക്കാൻ വേണ്ടി ജ്യൂസ് അടിച്ച് നമ്മൾ വേനൽക്കാലത്ത് തുടങ്ങിയിട്ടുള്ള ഒരു ഹോബിയായിരുന്നു. നമ്മളത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. നിഖിൽ ജ്യൂസ് അടിക്കുകയാണ്. കാശിക്കൂട്ടനെ ഉറങ്ങി, ബാക്കി ഓരോരുത്തരും കളിയിലും ഇതിലൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഞാവൽപ്പഴം മേലയിൽ കുറേ ഉണ്ട്. പക്ഷെ അതൊക്കെ താഴെ വീണ് കിടക്കുക കണ്ടോ. താഴെ വീണ് ആകെ അള്ളി പിളിയായിട്ടിരിക്കുകയാണ്. പിന്നെ മാങ്ങയൊക്കെ ഏകദേശം ഒരുവിധം കഴിഞ്ഞു. മാങ്ങേണ്ടത് കഴിഞ്ഞു. നല്ല തണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് മഴക്കാലം ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇങ്ങനെ മൂടിപ്പൊതിച്ചൊക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം അങ്ങനൊന്നും നടക്കില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴക്കാലം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കാൻ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പാറൂസിന് കുറച്ച് അവൾക്ക് ഹോളിഡേ വർക്ക് ഉണ്ട് കുറച്ച്. അത് ഇനി കുറച്ച് ചെയ്യണം, അത് ചെയ്യാനിരിക്കാനുണ്ട്. പിന്നെ ഇന്ന് ബാക്ക് ടു സ്കൂൾ പർച്ചേസിംഗ് ഒന്നും നടത്തിയിട്ടില്ല. അങ്ങനെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഇന്ന് പോകണം. പാറുവിന് ഇപ്പോൾ കാശ് ഉറങ്ങണ നേരം കൊണ്ട് പാറുവിനെ കുറച്ച് വർക്ക് ചെയ്യാനുള്ള വർക്കുകളൊക്കെ ഒന്ന് ചെയ്യിക്കട്ടെ കേട്ടോ. ഇതാണ് പാറുവിൻ്റെ ഹോളിഡേ ആക്ടിവിറ്റി. LKGത്തെ ഹോളിഡേ ആക്ടിവിറ്റിയാണ്. അതിങ്ങനെ കുറച്ച് പേജസ് അവർ ഫോട്ടോസ്റ്റേറ്റ് എടുത്തതിന് സ്റ്റാപ്ലർ അടിച്ച് തന്നിട്ടുണ്ട് എന്നുള്ളൂ. പിന്നെ അതിൽ ഓരോ സെക്ഷൻ വൈസ് ആയിട്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. അതായത് പാറു LKGയിൽ പഠിച്ചിട്ടുള്ള സബ്ജക്ട്സ് ഓരോ കാര്യങ്ങൾ റിവൈൻഡ് ചെയ്തിട്ട് ചോദിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്യിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് കളറിങ് ഒക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പാറുവിന് ഫസ്റ്റ് ടൈം LKGയിൽ അത്രയും ഓക്കെ ആയിരുന്നില്ല. അപ്പോൾ താഴെ ഇരിക്കുമ്പോൾ കണ്ട കാതുമ കയറി നിൽക്കുന്നു, ബുക്ക് പിടിച്ച് വലിക്കുന്നു, ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ അവളെ നേരെ ടേബിളുമ്പോൾ കൊണ്ടിരുത്തി. റോസാപ്പൂവാണ് പെയിൻ്റ് അടിക്കാനുള്ളത്. അതിങ്ങനെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചും കൂടെ കളറിങ്ങൊക്കെ ആൾക്ക് ഇങ്ങനെ ബെറ്റർ ക്ഷമയില്ല, അതാണ് പ്രശ്നം. ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്.
പിന്നെ അതിൽ നിന്നൊരു അപ്പുറം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കളർ അടിക്കുക. അപ്പം ഒരെണ്ണം ഞാൻ അടിക്കാൻ പാറു, ഒരെണ്ണം പാറു അടിക്കുക, ഒരെണ്ണം അമ്മ അടിക്കാം, അങ്ങനെ പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് കളറിങ്ങും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കുറച്ച് എന്താ പറയുക. പിന്നെ അതിനുള്ള പ്രായമല്ലായിട്ടുള്ളൂ. അതിൻ്റേതായ ഫിനിഷിങ്ങിലും അതിൻ്റേതായ വൃത്തിയിലൊക്കെ കൊണ്ടുവരേണ്ട ഒരു സമയമാവുന്നതല്ലേ ഉള്ളൂ. അതിപ്പോൾ അവളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതേ കുറച്ച് ഇപ്പം മേമ വന്നു. മേമ പറഞ്ഞു മേമ കുറച്ചടിക്കാം, മോള് കുറച്ചടിക്കാം. മേമ കുറച്ചടിച്ചിട്ട് മോൾക്ക് കുറച്ചടിക്കാം. ലീഫിനാണ് പെയിൻ്റ് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിടാൻ വെച്ചു. കീത്തുന് ജസ്റ്റ് വീഡിയോ എടുക്കാൻ്റെ അവൾ ദേ സ്റ്റാൻഡും കൊണ്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. ഞാൻ ദേ അടിച്ചു വാരിടൽ പരിപാടി കാര്യങ്ങളിലൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ദേ പാറൂസിന് സൈക്കിൾ ഉന്തി കൊണ്ടു നടക്കുന്നു. കുറച്ച് സമയം നമ്മുടെ പിള്ളേർ ഫുള്ള് സൈക്കിളിലായിരിക്കും. ഉണ്ണികളുടെ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭക്ഷണം കൊടുത്ത് കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് നേരം വാശി ഉണ്ടായിരിക്കും ഉറങ്ങാൻ. പിന്നെ അവരെല്ലാവരും നമ്മൾ ഉറക്കിയതിന് ശേഷം അവർക്ക് എന്താ പറയുക, ഇങ്ങനത്തെ കുറേ നേരം സൈക്കിൾ പരിപാടിയിലായിരിക്കും കേട്ടോ. ഇപ്പോൾ ഫ്രീ ആയി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമ്മളൊന്ന് ജസ്റ്റ് ഫ്രീ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം പുറത്തേക്ക് ഇറങ്ങും. മെയിനായിട്ട് ഞാവൽ നോക്കാനായിട്ടാണ്. അപ്പം നോക്കിയും ഏറ്റത്ത് കാണാൻ കുറേ ഇങ്ങനെ കൊല നിൽക്കുന്നുണ്ട്. പക്ഷെ അടിയിലൊന്നും കണ്ടോ, അടിയിൽ കാറ്റിൻ്റെ ഒക്കെ വീണ്. ഞാൻ പറഞ്ഞിരുന്നു ഭയങ്കര ടേസ്റ്റാണ്, പക്ഷെ കുലുക്കി വെക്കട്ടെ കേട്ടോ. ഇല്ലത് ഏട്ടാ അച്ഛനെ ചിത്രം രാവിലെ വരുന്നത് കുലുക്കി വെക്കട്ടെ. പച്ച വീട് വേണ്ട, പച്ച വീഴുന്നു ഒരെണ്ണം കിട്ടി കേട്ടെ. കട്ട് ചെയ്യണ്ടത് ഇപ്പൊ കണ്ടത്. ഈ ഞാവല് അത്യാവശ്യം വലിപ്പമുള്ള ഞാവല. ഇത്തിരി വെള്ളം കയറി. അപ്പൊ നമ്മുടെ വീട്ടില് വെള്ളം ശീതനൊക്കെ ഇങ്ങനെ വീണ് എടുക്കുന്നുണ്ട്. എനിക്കുണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ഈ വൈകുന്നേരമൊക്കെ ആയിട്ട് നല്ല മഴയുള്ള സമയത്ത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വന്നിങ്ങനെ ഇരിക്കാം ചായക്കായിട്ട്. ഹായ് ചേച്ചി, കഴിക്കണോ? പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആകുമ്പോൾ ഇത് നമ്മുടെ പച്ചക്കറിത്തോട്ടം. ഇവിടുത്തെ പഴുത്ത വല്ല പച്ചമുളകോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊട്ടിക്കും. പിന്നെ ഇപ്പോൾ കാറ്റായതുകൊണ്ടുണ്ടല്ലോ, ഭയങ്കര മഴയും കാറ്റുകൊണ്ട് അങ്ങോട്ടൊക്കെ നോക്കിയൊന്നു അതൊക്കെ നമ്മുടെ കേട്ടോ. അതൊക്കെ ഒന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീണതായിട്ട് കൊടുക്കണം. കൊതു എല്ലായിടത്തും കൊതുള്ള പോലെ നമ്മളെടുത്തും ഭയങ്കര കൊതുവാണ്. ഇതിൽ എന്ത് പയറായിട്ടത്? ബീൻസോ അമരപ്പയറോ കൊത്തമരിയാണ്. പക്ഷെ ഇതിലെന്ത് വരാത്തെ? ഇതിങ്ങനെ കുത്തനെ പൊരിക്കണം. പിന്നെ കോവക്കായതേ കൊറേ പൂത്ത് നിൽക്കുന്നുണ്ട് കോവക്കായ. ഇവിടെ ഞങ്ങളുടെ പച്ചമുളക് ഇത് നോക്ക്, പച്ചമുളക് നല്ല ഭംഗിയില്ലേ ഇങ്ങനെ വെള്ളം വീണ് ഇങ്ങനെ കാണാൻ. പച്ചമുളക് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ തക്കാളിയിൽ കുറേ തക്കാളി ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറെ ആ തക്കാളി പൊട്ടിക്കട്ടെ. തക്കാളി ആകെ നാശായി തുടങ്ങി. മുളകിനൊക്കെ കംപ്ലീറ്റ് കുത്തു തുടങ്ങി. അയ്യോ ദൈവം എഴുതണ മീൻ നടക്കുന്നത്. അത് കഴിഞ്ഞ ദിവസത്തെ കാറ്റത്തും മഴയ്ക്കൊക്കെ പറ്റിയതാണ്. ഇന്നലത്തെ കാറ്റിനും മഴയ്ക്കും പറ്റിയതാണ്. എല്ലാതും വീണും ആക്കിയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നമ്മുടെ കുഞ്ഞു വീട്ടിൽ ഭയങ്കര വൈബാണ് ഗൈസ്. പിന്നെ നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ, മാങ്ങ എല്ലാതും ഒരു 99% മാങ്ങ ഫുള്ള് നമ്മൾ കട്ടൻ പോകുകയാണ്. കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ മഴയത്ത്. പക്ഷെ നല്ല രസമാണ്. നമ്മൾ നല്ല ചൂടുള്ള സമയത്തായാലും ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ല വൈബാണ്. പിന്നെ ഇങ്ങനെ കുറച്ചിങ്ങനെ തരപ്പരങ്ങ് നടക്കും. മാങ്ങ കഴിഞ്ഞുകൊണ്ട് ഞാവലുന്ന നേരത്തെ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ് ചെയ്യും. പിള്ളേരെ കഴിഞ്ഞിട്ട് പിള്ളേർക്ക് ഫുഡ് കൊടുക്കണം. ആ കുറച്ച് പരിപാടികളൊക്കെയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വേണമെങ്കിൽ ഒന്ന് തുടയ്ക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഇങ്ങനെ ഉള്ളു കേട്ടോ.
പിള്ളേർക്ക് ഫുഡ് കൊടുക്കാം. ദേ ചോറ് കൊടുക്കുന്ന പരിപാടിയിലാണ്. ഫിഷ് കറി, സാമ്പാർ ഒക്കെ ഉണ്ട്. അത് കൂടി ചോറ് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം, ചിലപ്പോൾ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് സെക്ഷൻ ഓഫായിരിക്കും. അങ്ങനെ ഓഫ് ആവുന്നുണ്ടെങ്കിൽ വേറൊന്നും കൊണ്ടല്ല, കുട്ടികൾ ഒരുപാട് നമ്മൾ കാണിക്കുന്ന വീഡിയോസിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് ഡയറക്റ്റായിട്ട് കമൻറ്റ് സെക്ഷൻ ഓഫാക്കിയിടാണ്. പിന്നെ നമുക്കത് ഓണാക്കിയിടാൻ പറ്റുന്നില്ല കേട്ടോ. അത് കുട്ടികൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ആവുമ്പോഴാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഇപ്പം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് കമൻറ്റ് സെക്ഷൻ ഓട്ടോമാറ്റിക് ഓഫ് ആവണം കേട്ടോ, നമ്മൾ ഓഫാക്കുന്നതല്ല. നമ്മുടെ ഉച്ച വരെ ഉള്ളൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇങ്ങനെയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പിന്നെ പിള്ളേരെ കുറച്ച് ഇറക്കി വിടും നമ്മൾ പുറത്തേക്ക്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെയല്ലേ, അതായത് നല്ല കാറ്റ് വരുമ്പോണ്ടല്ലോ മേലെ നിന്ന് വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി നോക്കിയിരുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.